അപ്പൊ ഇന്ന് ഞാൻ ഇവിടെ കസേര ഇട്ടാണ് ഇന്ന് വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ എല്ലാ വീഡിയോകളും നമ്മുടെ ഒരു ചങ്ക് സബ്സ്ക്രൈബർ ഒന്ന് കമന്റ് ചെയ്യാറുണ്ട്, ബ്രോ ഒരു കസേര ഇട്ടിരുന്നു ഇവിടെ എന്തിനാ ഇങ്ങനെ കാല് കഴിക്കുന്നത്. അപ്പൊ എന്തായാലും ബ്രോ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഇവിടെ കസേര ഇട്ട് വന്നിട്ടുണ്ട്. പക്ഷെ കറങ്ങുന്ന കസേര കിട്ടിയില്ല കേട്ടോ. തൽക്കാലം നമുക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോഴേ ഇന്നത്തെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ചാനലിൽ കൂടെ കുറെ അധികം പുതിയ തിയേറ്റർ ഫോർമാറ്റുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഐമാക്സ്, 4DX, സ്ക്രീൻ എക്സ് തുടങ്ങി എക്സെട്ര കുറെ അധികം ഫോർമാറ്റുകളുണ്ട്. ഏറ്റവും അവസാനം നമ്മൾ പറഞ്ഞു നിർത്തിയത് നമ്മുടെ PC സ്ക്രീനും അതുപോലെ തന്നെ സാംസങ്ങിന്റെ ഓണി സ്ക്രീനുമാണ്. ഓണി സ്ക്രീൻ പ്രത്യേകത അറിയാലോ, പ്രൊജക്ടർ വേണ്ടാത്ത ഒരു തിയേറ്റർ ആണ്. അപ്പോൾ അവിടെ കൊണ്ടൊന്നും തീരുന്നില്ല. ഞാൻ പുതിയ ഒരു തിയേറ്ററുമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നേക്കുന്നത്. അപ്പോൾ തിയേറ്ററിന്റെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോൾബി സിനിമ. അപ്പോൾ ഈ ഒരു വാക്ക്, ഈ ഡോൾബി എന്ന് പറഞ്ഞ വാക്ക് നമുക്ക് വളരെയധികം ഫെമിലിയർ ആയിട്ടുള്ള ഒരു വാക്കാണ്. അതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോൾബി അറ്റ്മോസ് നമ്മളിങ്ങനെ കേട്ട് പഴകിയ ഒരു വാക്ക് തന്നെയാണ്. അപ്പൊ നമ്മുടെ ഈ ഒരു ചാനലിൽ തന്നെ ഒരു കുറഞ്ഞത് ഒരു 500 വട്ടമെങ്കിലും ഡോൾബി അറ്റ്മോസ് പറഞ്ഞിട്ടുണ്ടോ അല്ലേ? കറല്ലേ? യെസ്. അപ്പൊ എന്താണ് ഈ ഡോൾബി സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പൊ ആ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പൊ ഈ ഒരു ഡോൾബി അറ്റ്മോസിന്റെ കാര്യം പറയുവാണെങ്കിൽ, അവരുടെ കയ്യിൽ ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു സൗണ്ട് ഫോർമാറ്റ് ഉണ്ടെങ്കിൽ അവർക്കൊരു പ്രൊജക്ഷനും കൂടെ ആഡ് ചെയ്തിട്ട് പുതിയ തിയേറ്റർ ഉണ്ടാക്കിക്കൂടെ. ഈ ഒരു സാധ്യത മനസ്സിലാക്കിയിട്ടാണ് ഈ ഒരു ഡോൾബി സിനിമ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയ തിയേറ്റർ വന്നിരിക്കുന്നത്. പുതിയ തിയേറ്റർ അല്ല, കുറച്ച് വർഷങ്ങൾ മുന്നേ അവർ ഇറക്കിയ തിയേറ്ററാണ് കേട്ടോ. നമുക്ക് ചിലപ്പോൾ ഇതൊരു പുതിയ പേര് തന്നെ ആയിരിക്കും. അപ്പോൾ ഈ ഡോൾബി അറ്റ്മോസ് എന്ന് പറയുമ്പോഴേ നമുക്ക് അറിയാവുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടെക്നോളജിയാണ് അല്ലെങ്കിൽ ഒരു സൗണ്ട് ഫോർമാറ്റ് ആണ് എന്നതിലുപരി അതൊരു പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ ഈ പ്രൊഡക്റ്റ് ഇറക്കണമെന്നുണ്ടെങ്കിൽ ഒരു കമ്പനി വേണമല്ലോ. അപ്പോൾ ആ ഒരു കമ്പനിയാണ് നമ്മുടെ ഡോൾബി ലാബറട്ടറീസ് എന്ന് പറയുന്നത്. നമുക്ക് ചുരുക്കി ഡോൾബി ലാബ് എന്ന് വിളിക്കാം. നമ്മളെ ഈ കമ്പനികളൊന്നും അങ്ങനെ മറന്നു പോകരുത് കേട്ടോ. നമ്മൾ ഈ തിയേറ്റർ ആരാധകർ ഐമാക്സ് കോർപ്പറേഷൻ അതുപോലെ ഡോൾബി ലാബറട്ടറീസ് ഇത്തരം കമ്പനികളുടെ പേര് മറന്നു പോകരുത്. കാര്യം ഇതൊക്കെ നമുക്ക് ചിലപ്പോൾ എപ്പോഴെങ്കിലും ആവശ്യം വരും. മെയിൻ കേന്ദ്രങ്ങളാണ്. അപ്പൊ ഈ ഒരു ഡോൾബി ലാബറട്ടറീസിന്റെ ഏറ്റവും പ്രീമിയം സിനിമ തിയേറ്റർ ആണ് നമ്മൾ ഈ പറഞ്ഞ ഡോൾബി സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. അപ്പോ ലോകത്തിലെ ആദ്യത്തെ ഡോൾബി സിനിമ എന്ന് പറയുന്നത് ഇവിടെങ്ങുമല്ല, നെതർലൻഡ്സിലാണ്. നെതർലൻഡ്സിലെ JT സിനിമയാണ് ലോകത്തിലെ ആദ്യത്തെ ഡോൾബി സിനിമ എന്ന് പറയുന്നത്. 2014 ഡിസംബർ 18 ആദ്യമായിട്ട് ഡോൾബി സിനിമ അവിടെ ഇൻസ്റ്റാൾ ചെയ്തത് കേട്ടോ. അതിനുശേഷം ഡോൾബി പല മൾട്ടിപ്ലക്സ് ബ്രാൻഡുകളുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ ഏറ്റവും പ്രമുഖ മൾട്ടിപ്ലക്സ് ചെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ AMC തിയേറ്റർ ആണ്. നിങ്ങൾ പല ആൾക്കാരും കേട്ടിട്ടുണ്ടാവും ഡോൾബി സിനിമ അറ്റ് AMC സിനിമ, പ്രത്യേകിച്ച് പുറത്തുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ. യെസ്. അപ്പോൾ ഈ AMC സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അമേരിക്കൻ മൾട്ടി സിനിമ എന്നതിന്റെ ഷോർട്ട് ഫോം ആണ്. അപ്പൊ നമ്മൾ ഡോൾബി ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു AMC ആയിട്ട്, അതായത് അമേരിക്കൻ മൾട്ടി സിനിമാസുമായിട്ട് ചേർന്നിട്ട്, അത് ഏത് വർഷം അറിയോ, 2015 ഏപ്രിലോട് കൂടിയാണ് AMC ആയിട്ട് ചേർന്നിട്ട് ഈ AMCയുടെ പ്രീമിയം തിയേറ്റേഴ്സ് എവിടൊക്കെയാണ് വരുന്നത് അവിടെ എല്ലാം അവര് ഡോൾബി സിനിമയായിട്ട് കൺവേർട്ട് ചെയ്ത് മാറ്റുമായിരുന്നു കേട്ടോ. അപ്പൊ നിലവിൽ മൊത്തം 148 ലൊക്കേഷൻസിലാണ് US മാത്രം ഉള്ളത് കേട്ടോ. അപ്പോൾ ഔട്ട്സൈഡ് US കാര്യം നോക്കുവാണെങ്കിൽ യൂറോപ്പിലും മിഡിൽ ഈസ്റ്റുമായിട്ട് മൊത്തം 29 ലൊക്കേഷൻസിലാണ് നമ്മുടെ ഡോൾബി സിനിമ വരുന്നത്. അതുപോലെ തന്നെ ചൈനയുടെ കാര്യം നോക്കുവാണെങ്കിൽ ഏതാണ്ട് 70ഓളം തിയേറ്ററുകളായിട്ട് ഇപ്പോൾ ഡോൾബി സിനിമ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു ഡോൾബി സിനിമ അറ്റ് AMC ആ ഒരു തിയേറ്ററിന്റെ പ്രത്യേകത എന്തൊക്കെയാന്ന് നോക്കിയാലോ. അപ്പോൾ ഈ ഒരു ഡോൾബി സിനിമ എന്ന് പറയുന്നത് ഡോൾബി വിഷന്റെയും അതുപോലെ തന്നെ ഡോൾബി അറ്റ്മോസ്, ഈ രണ്ട് ടെക്നോളജികളും യൂസ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു തിയേറ്റർ ആണ് കേട്ടോ. അപ്പൊ ഈ ഡോൾബി അറ്റ്മോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, അത് നമുക്ക് വളരെയധികം ഫെമിലിയർ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ വരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡോൾബി വിഷൻ എന്താണ്? ഡോൾബി വിഷൻ. അപ്പൊ ഈ ഒരു ഡോൾബി വിഷന്റെ കാര്യം പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് HDR പറ്റി സംസാരിക്കണം. HDR നമ്മൾ നമ്മുടെയൊക്കെ പല ഡിവൈസുകൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും. HDR എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ ഡൈനാമിക് റേഞ്ച്. അപ്പൊ ഇതിന്റെ ഒരു ഡെഫിനിഷൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഓരോ ഡിവൈസിനും ഓരോരോ രീതിയിൽ നമുക്ക് നിർവചിക്കാനായിട്ട് പറ്റും. പക്ഷെ ഇതിന്റെ ഒരു ബേസിക് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് തന്നെയാണ്. അപ്പൊ നമ്മൾ ഇവിടുത്തെ കാര്യം നോക്കുവാണെങ്കിൽ പ്രൊജക്ടറാണ്. പ്രൊജക്ടറിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ എന്താണ് HDR ചെയ്യുന്നത് ചോദിക്കുകയാണെങ്കിൽ, വൈറ്റസ്റ്റ് വൈറ്റിന്റെയും അതുപോലെ തന്നെ ഡാർക്കസ്റ്റ് ഡാർക്കിന്റെയും റേഞ്ച് കൂട്ടുക എന്നതാണ് നമ്മുടെ ഈ ഒരു HDR ചെയ്യുന്നത്. ഒന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മൾ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന SDR അല്ല, സ്റ്റാൻഡേർഡ് ഡെഫിനിഷൻ, ആ ഒരു സാധനത്തിനേക്കാളും എന്തായാലും ബെറ്റർ ആണ് HDR എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ ഈ ഒരു HDR തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിനെ 3 കാറ്റഗറി ആയിട്ട് തിരിക്കാം. ഏതൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ HDR10, HDR10+, അതുപോലെ തന്നെ ഡോൾബി വിഷൻ. ഇപ്പൊ നിങ്ങൾക്ക് ഏതാണ്ടൊക്കെ കത്തി വരുന്നുണ്ടല്ലേ. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയോ, HDR10, HDR10+, അതുപോലെ ഡോൾബി വിഷൻ, ഇതിനെ ഒരു 3 കോളമായിട്ട് തിരിക്കുവാണേ. ഈ 3 കോളത്തിൽ തന്നെ ഞാൻ ഓരോരോ കാറ്റഗറിക്ക് എന്തുമാത്രം മാർക്ക് ഇതിന് 3 കിട്ടുമെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ എന്തൊക്കെ ക്രൈറ്റീരിയ ആണ് ഇതിന് കൊടുക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ബിഗ് ഡെപ്ത്, അതുപോലെ തന്നെ പീക്ക് ബ്രൈറ്റ്നസ്, മിനിമം ഉണ്ട് അതുപോലെ തന്നെ മാക്സിമം ഉണ്ട്, അതുപോലെ ടൂൺ മാപ്പിംഗ്, അതുപോലെ തന്നെ മെറ്റാ ഡേറ്റ.
അപ്പോൾ ഇത്രയും കാറ്റഗറിക്കകത്ത് നമുക്ക് ഓരോന്നിനും ഓരോ മാർക്ക് കൊടുക്കുകയാണെങ്കിലേ ഏറ്റവും അവസാനമുള്ള നമ്മുടെ ഡോൾബി വിഷന്റെ മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗ്രേറ്റും അതുപോലെ തന്നെ എക്സലന്റും ആണ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ, അതായത് HDR 10ഉം 10+നേക്കാളും മികച്ചതാണ് നമ്മുടെ ഡോൾബി വിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നിങ്ങൾക്ക് കത്തിയോ? ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഇതിൽ ആദ്യത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബിറ്റ് ഡെപ്ത് ആണല്ലോ. അപ്പോൾ ഈ ബിറ്റ് ഡെപ്ത് കൂടുന്നതിനനുസരിച്ചിട്ട് മോർ കളേഴ്സ് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ HDR 10ഉം അതുപോലെ 10+ന്റെയും കാര്യം നോക്കുകയാണെങ്കിൽ 10 ബിറ്റ് വരെയാണ് അത് സപ്പോർട്ട് ചെയ്യുന്നത്. അതായത് 10 ബിറ്റ് വരെയുള്ള കളേഴ്സ് ഡിസ്പ്ലേ ചെയ്യാൻ കേപ്പബിൾ ആണ് നമ്മൾ HDR 10ഉം അതുപോലെ തന്നെ HDR 10+ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ നമ്മൾ ഡോൾബി വിഷന്റെ കാര്യം നോക്കുകയാണെങ്കിൽ അവിടെ 12 ബിറ്റ് വരെ കേപ്പബിൾ ആയിട്ടുള്ള ഒരു ഇമേജ് പ്രോസസിംഗ് ടെക്നോളജിയാണ് നമ്മുടെ ഈ ഒരു ഡോൾബി വിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. അപ്പൊ 10 ബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ബില്യൺ കളേഴ്സ് വരെ ഡിസ്പ്ലേ ചെയ്യാൻ കേപ്പബിൾ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ 12 ബിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര ബില്യൺ ആയിരിക്കും അറിയോ? 68 ബില്യൺ ഡിസ്പ്ലേ ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു ടെക്നോളജിയാണ് നമ്മുടെ ഈ ഒരു ഡോൾബി വിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ നിങ്ങൾ ആ ഒരു വ്യത്യാസം മനസ്സിലാക്കി നോക്കിയേ. അവിടെ 1 ബില്യൺ, ഇവിടെ 68 ബില്യൺ ആണ്. ആ ഒരു വ്യത്യാസം മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പൊ അത്രയും ഗംഭീരമായൊരു ടെക്നോളജിയാണ് നമ്മുടെ ഈ ഒരു ഡോൾബി വിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഇതിന്റെ ഒരു ഏറ്റവും ഒരു ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഡൈനാമിക് മെറ്റാഡേറ്റ ആണ്. അതെന്താന്ന് ചോദിക്കുവാണെങ്കിൽ ഇപ്പൊ ബ്രൈറ്റ്നസ് വേണ്ട സ്ഥലത്ത് ഇരട്ടി ബ്രൈറ്റ്നസ് കൊടുക്കുക, അതുപോലെ തന്നെ ഡാർക്ക് ആയിട്ടിരിക്കുന്ന സ്ഥലത്ത് എക്സ്ട്രാ ഡാർക്ക് കൊടുത്ത് അതിനെ മാക്സിമം ഡാർക്ക് ആയിട്ട് തന്നെ കാണിക്കുക എന്നുള്ള ആ ഒരു ഡൈനാമിക് മെറ്റാഡേറ്റ ഉണ്ടല്ലോ, അതാണ് ഡോൾബി വിഷന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ തന്നെ നിങ്ങൾക്ക് ഏതാണ്ട് കാര്യം മനസ്സിലായല്ലോ. ഇനി ഞാൻ ഓരോ പോയിന്റ് എടുത്തെടുത്ത് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു HDR-ഉം അതുപോലെ HDR 10ഉം 10+ഉം ഒക്കെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അത് കറക്റ്റ് മാറ്റി നിർത്താം. നമുക്ക് തിരിച്ച് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. അപ്പൊ ഈ ഒരു ഡോൾബി വിഷൻ ഇനേബിൾഡ് ആയിട്ടുള്ള ക്രിസ്റ്റിയുടെ 4K RGB ലേസർ പ്രൊജക്ഷൻ, അതായത് ക്രിസ്റ്റിയുടെ 6P 4K ലേസർ പ്രൊജക്ഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ഈ ഒരു ഡോൾബി സിനിമ വർക്ക് ചെയ്യുന്നത് കേട്ടോ. അതും ഒരു പ്രൊജക്ടർ അല്ല, ഡുവൽ പ്രൊജക്ടേഴ്സ് ആണ് ഈ ഒരു തിയേറ്ററിൽ ഉപയോഗിക്കുന്നത്. അപ്പൊ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഡോൾബി വിഷൻ ഇനേബിൾഡ് ആയിട്ടുള്ള 2 പ്രൊജക്ടേഴ്സ് ക്രിസ്റ്റിയുടെ 4K RGB ലേസർ പ്രൊജക്ഷൻ ഉപയോഗിക്കുമ്പോൾ തന്നെ അതിന്റെ ഒരു ക്ലാരിറ്റി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലായിരിക്കുമല്ലോ. പിന്നെ മറ്റ് ടെക്നിക്കൽ ടൈം, അതായത് ബ്രൈറ്റ്നസ്, കോൺട്രാസ്റ്റ് റേഷ്യോ, ബ്ലാ ബ്ലാ തുടങ്ങിയ സാധനങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് അതിഗംഭീരമായ ഒരു വിഷ്വൽ തന്നെയാണ് നമുക്ക് ഈ ഒരു പ്രൊജക്ടേഴ്സിലൂടെ കിട്ടുന്നത് കേട്ടോ. ഇനി 3D മൂവിയുടെ കാര്യം പറയുവാണെങ്കിൽ ലെഫ്റ്റ് ഐക്ക് വേണ്ടിയിട്ട് ഒരു പ്രൊജക്ടർ വർക്ക് ചെയ്യും, അതുപോലെ തന്നെ നമ്മുടെ റൈറ്റ് ഐക്ക് വേണ്ടിയിട്ട് അടുത്ത പ്രൊജക്ടർ വർക്ക് ചെയ്യും. അങ്ങനെ 4K ഇമേജുകളാണ് നമുക്ക് 3Dയിലൂടെ കിട്ടുന്നത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു 3D ഇമേജിന് ഡെപ്ത് എന്തുമാത്രം ഉണ്ടെന്ന് ഊഹിക്കാമല്ലോ. അത്രയും ഗംഭീരമായ പ്രൊജക്ഷനാണ് നമുക്ക് ഈ ഒരു ഡോൾബി സിനിമയിലൂടെ കിട്ടുന്നത്. അപ്പൊ ഇനി അടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗണ്ട് ആണ്. അപ്പൊ അറിയാലോ, ആസ് യൂഷ്വൽ ഡോൾബി അറ്റ്മോസ് ആണ്. ഇനി നിങ്ങൾക്ക് ഡോൾബി അറ്റ്മോസിന്റെ ഒരു ഡീറ്റെയിൽഡ് കാര്യങ്ങളൊക്കെ അറിയാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതിന്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കയറി നോക്കിക്കോ. അപ്പൊ ഇവിടെ ഉപയോഗിക്കുന്നത് ഡോൾബി അറ്റ്മോസ് ആണ്. അപ്പോൾ ഈ ഡോൾബി അറ്റ്മോസിന്റെ കാര്യം പറയുമ്പോൾ 64 ഇൻഡിവിജ്വൽ സോഴ്സിൽ നിന്ന് നമുക്കത് സ്പീക്കേഴ്സ് തന്നെ പറയാം. അപ്പൊ ഈ ഒരു 64 സ്പീക്കേഴ്സിൽ നിന്ന് തന്നെ നമുക്ക് 128 ചാനൽ പ്രൊഡ്യൂസ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു ടെക്നോളജിയാണ് നമ്മുടെ ഈ ഒരു ഡോൾബി അറ്റ്മോസിൽ ഇവർ ഉപയോഗിക്കുന്നത് കേട്ടോ. പിന്നെ ഈ ഒരു പർട്ടിക്കുലർ തിയേറ്ററിന്റെ കാര്യം മാത്രം പറയുവാണെങ്കിൽ ഇവിടെ മൊത്തം 5 ഇൻസ്ക്രീൻ സ്പീക്കേഴ്സ് ആണ് വരുന്നത്. അതുപോലെ തന്നെ 48 സറൗണ്ട് സ്പീക്കേഴ്സ് വരുന്നുണ്ട്. പിന്നെ സീലിംഗിൽ മാത്രമായിട്ട് 5 സബ് വൂഫേഴ്സ് വരുന്നുണ്ട്. അപ്പൊ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ, നമ്പർ ഓഫ് സ്പീക്കേഴ്സ് വളരെ അധികം ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്തുമാത്രം എഫക്റ്റ് ആയിരിക്കും നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നത്. ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കും. പിന്നെ ഡോൾബി അറ്റ്മോസ് ആയതുകൊണ്ട് തന്നെ ഒബ്ജക്ട് ബേസ്ഡ് ആണ്. ഒരു ഒബ്ജക്റ്റ് എവിടെ കേൾക്കണം എന്ന് കൃത്യമായിട്ട് അവർക്ക് നിർവചിക്കാനായിട്ട് പറ്റും. ആ ഒരു എക്സ്പീരിയൻസ് ആണ്, 360 ഡിഗ്രി എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഈ ഒരു തിയേറ്ററിൽ കിട്ടുന്നത് കേട്ടോ. ഇനി സീറ്റ്സിന്റെ കാര്യം പറയുവാണെങ്കിൽ ബ്ലാക്ക് ലെതർ സീറ്റ്സ് ആണ് നമ്മുടെ ഈ ഒരു ഡോൾബി സിനിമയിൽ ഉപയോഗിക്കുന്നത്. അതിൽ തന്നെ നമുക്ക് ഫുൾ റിക്ലൈൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ പതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് ഇതൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ടൊരു കൺട്രോൾ പാനലൊക്കെ ഈ ഒരു സീറ്റിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു തിയേറ്ററിന്റെ ആംബിയൻസ് പറയുകയാണെങ്കിൽ ഫുൾ ഡാർക്ക് ആണ്. പിന്നെ വോളിന്റെ ഒക്കെ കാര്യം നോക്കുകയാണെങ്കിൽ മാറ്റ് ബ്ലാക്ക് ആണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ റിഫ്ലക്ഷൻസ് ഒക്കെ വളരെയധികം കുറവായിരിക്കും. പിന്നെ ഞാൻ പറഞ്ഞുതരാം, ഇവിടെ 2 4K RGB ലേസർ പ്രൊജക്ഷൻ ആണ് ഉപയോഗിക്കുന്നത്. 6P പ്രൊജക്ടേഴ്സ് ആണ് ക്രിസ്റ്റിയുടെ. അപ്പോൾ ഈ ഒരു പ്രൊജക്ഷൻ വന്ന് പതിക്കുന്നത് 60 ഫീറ്റ് വലിപ്പമുള്ള ഒരു സ്ക്രീനിലോട്ടാണ് കേട്ടോ. അപ്പോൾ സ്ക്രീനിന്റെ വലിപ്പത്തിലും ഒട്ടും കുറവൊന്നും ഇല്ല. അപ്പോൾ കാര്യങ്ങളൊക്കെ ഏതാണ്ട് മനസ്സിലായി കാണുമല്ലോ. ഇത്രയധികം ഗംഭീരമായൊരു തിയേറ്ററാണ് നമ്മുടെ ഈ ഒരു ഡോൾബി സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഞാൻ വീഡിയോയുടെ ആദ്യം തന്നെ പറഞ്ഞായിരുന്നല്ലോ ഏതൊക്കെ രാജ്യങ്ങളിലാണ് ഉള്ളത്. അപ്പോൾ US ആണ് മാക്സിമം ഇവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ മറ്റ് രാജ്യങ്ങളിലേക്ക് വ്യാപിക്കാനുള്ള ഒരു ഗംഭീര ശ്രമം തന്നെയാണ് ഡോൾബിയുടെ ഭാഗത്തു നിന്നും അതുപോലെ AMCയുടെ ഭാഗത്തു നിന്നൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഇന്ത്യയുടെ കാര്യം നോക്കുവാണെങ്കിൽ ഇപ്പോൾ സാംസങ് ഒണിക്സ് ഒക്കെ ഇങ്ങനെ വ്യാപകമായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കും ഒരു ഡോൾബി സിനിമ പ്രതീക്ഷിക്കാവുന്ന കാര്യം തന്നെയാണ് കേട്ടോ. അപ്പോൾ വിദേശത്തൊക്കെ ഉള്ള ആൾക്കാർ, US അതുപോലെ തന്നെ പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിലൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർ
കണ്ടിട്ടുണ്ടാവും, നമ്മുടെ ചാനൽ കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ അവർ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്തേരെ. പിന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ കയറാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കയറിക്കോ. ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റുകളൊക്കെ നിങ്ങൾക്ക് അവിടെ കിട്ടുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ കുറേ അധികം പേഴ്സണലി കുറേ അധികം അവിടെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോരെ, നമുക്ക് ഒരുമിച്ച് വാട്സപ്പ് ഗ്രൂപ്പിൽ ഇരുന്ന് ചാറ്റാം കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ. അപ്പോൾ അതുവരേക്കും ബൈ.